Chapter 6 Electromagnetic Induction. എന്താണ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ? The phenomenon in which an electric current is generated by the variation of magnetic field. മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നു. ഈ പ്രതിഭാസത്തിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മുമ്പുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചിരുന്നു, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതായത് ചാർജ് എവിടെ മൂവ് ചെയ്താലും അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഈസ്റ്റഡ്, ആംപിയർ ഈ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഇലക്ട്രിക് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും ഇൻ്റർ റിലേറ്റഡ് ആണ് എന്ന് കണ്ടുപിടിച്ചത്. അതുപോലെ മൈക്കിൾ ഫാരഡേ ആൻഡ് ജോസഫ് ഹെൻറി ഇതിൻ്റെ റിവേഴ്സ് പോസിബിൾ ആണ് എന്നും കണ്ടുപിടിച്ചു. അതായത് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ, ദ ഫിനോമിനൻ ഇൻ വിച്ച് ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് ജനറേറ്റഡ് ബൈ ദ വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ്. എക്സ്പെരിമെൻറ്റ്സ് ഓഫ് ഫാരഡേ ആൻഡ് ഹെൻറി. എന്തൊക്കെയായിരുന്നു എക്സ്പെരിമെൻറ്റ്സ് എന്ന് നോക്കാം. എക്സ്പെരിമെൻറ്റ് നമ്പർ 1. ഈ എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു കോയിൽ നമുക്ക് വേണം, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അതിനിങ്ങനെ n ടേൺസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതിനെ ഒരു വോൾട്ട് മീറ്ററുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ടെക്സ്റ്റ് ബുക്കിൽ ഗാൽവനോമീറ്റർ ആയിരിക്കാം. ഗാൽവനോമീറ്റർ ആണെങ്കിൽ ഗാൽവനോമീറ്റർ ആയിട്ട് കണക്ട് ചെയ്താലും മതി. വോൾട്ട് മീറ്റർ ആകുമ്പോൾ നമുക്ക് റീഡിങ് എക്സാക്ട്ലി പ്രോപ്പറായിട്ട് കിട്ടുന്നു. അതുകൊണ്ടാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ആ വോൾട്ട് മീറ്ററിൽ നിന്ന് നമ്മളൊരു ബൾബും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു എക്സ്ട്രാ നമുക്ക് ആ കറണ്ട് വരുമ്പോൾ അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ബൾബ് കണക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഗാൽവനോമീറ്ററും വോൾട്ട് മീറ്ററും ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലോർക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് ഒന്നുകൂടെ നോക്കുക. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതിൻ്റെ ഒരെൻഡിൽ നിന്ന് നമ്മൾ ഗാൽവനോമീറ്ററിലോട്ട് കണക്ട് ചെയ്യുന്നു. ആ ഗാൽവനോമീറ്ററിൽ നിന്ന് ബൾബ് വഴി കോയിലിൻ്റെ മറ്റേ എൻഡിലോട്ട് കണക്ട് ചെയ്യുന്നു. ഇനി ഒരു മാഗ്നറ്റിനെ നമ്മൾ മൂവ് ചെയ്യിക്കുവാണ്. മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ ബൾബ് കത്തുന്നു. ദാറ്റ് മീൻസ് ഒരു കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലേ? നമ്മൾ എക്സ്റ്റേണലായിട്ട് സെല്ലൊന്നും സർക്യൂട്ടിലില്ല. ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിലും ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് കറണ്ട് ഉണ്ടാവുന്നത്. ഇനി ബാർ മാഗ്നറ്റ് ആസ് സച്ച് കോയിലിൻ്റെ നടുക്ക് കൊണ്ടുപോയി വെച്ചാലോ കറണ്ടില്ല. കാരണം ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമാണ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലാണോ വോൾട്ട് മീറ്റർ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, അതായത് ഡെവലപ്പ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനും വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ ഫീൽഡ് ലൈൻസിനെയും കൂടെ കൺസിഡർ ചെയ്യുക. മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ ശരിക്കും എന്താണ്? മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസ് ആണ് മൂവ് ചെയ്യുന്നത്, അല്ലേ? ഈ ഫ്ലെക്സ് ലൈൻസ് കോയിലിനെ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കറണ്ട് കാണുന്നത്, ബൾബ് കത്തുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നിങ്ങൾ ഈ ആനിമേഷനിൽ മനസ്സിലാക്കുന്നത്. ഒരു ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലെക്സ് ലൈൻസ് ആണ് മൂവ് ചെയ്യുന്നത്. ആ കോയിലിൽ ഫ്ലെക്സ് ലൈൻസ് കട്ടാവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി എക്സ്പെരിമെൻറ്റ് നമ്പർ 2. ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റാണ് നോർമൽ ബാർ മാഗ്നറ്റിന് പകരം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ്? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ബാറ്ററിയുമായിട്ട് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് കണ്ടക്ടർ വഴി മൂവ് ചെയ്യുന്നു. അവിടെ ഒരു മൂവിങ് ചാർജ് ഉണ്ടാവുന്നു. എവിടെ മൂവിങ് ചാർജസ് ഉണ്ടോ അതിനോട് അസോസിയേറ്റ് ചെയ്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റാണ്. ഈ സ്മോൾ സെറ്റപ്പ് ഒരു ഇലക്ട്രോ മാഗ്നറ്റാണ്. അപ്പോൾ ഡയറക്റ്റ് ഒരു ബാർ മാഗ്നറ്റ് വെക്കുന്നതിന് പകരം നമുക്ക് എവിടെയും ഈ ഒരു സർക്യൂട്ടിനെ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റും പിന്നെ ബാക്കിയുള്ളത് ഒരു കണ്ടക്ടറിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അതിനൊരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഗാൽവനോമീറ്ററിന് ഡിഫ്ലക്ഷൻ ഒന്നുമില്ല. ഇനി ഈ ഇലക്ട്രോ മാഗ്നറ്റ് ഇതിൻ്റെ ഈ ഫസ്റ്റത്തെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണെങ്കിൽ
അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണാം. അതുപോലെ ഇലക്ട്രോമാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് വെച്ചുകൊണ്ട് നമ്മളുടെ കോയിലും ഗാൽവനോമീറ്ററും ഉള്ള സർക്യൂട്ട് മൂവ് ചെയ്താലും ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതായത് ഇതിൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് കോയിൽ മൂവ് ചെയ്താലും കോയിൽ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് മാഗ്നറ്റ് മൂവ് ചെയ്താലും കറണ്ട് ജനറേറ്റഡ് ആവുന്നു. അപ്പോൾ ശരിക്കും ഫ്ലെക്സ് ലൈൻസിനെ എപ്പോൾ കട്ട് ചെയ്താലും കറണ്ട് ജനറേറ്റഡ് ആവും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എക്സാക്ട്ലി രണ്ട് എക്സ്പെരിമെൻറ്റും എക്സാക്ട്ലി വൺ ആൻഡ് ദ സെയിം ആണ്. സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് ഒന്നുകൂടെ പ്രൂവ് ചെയ്യുവാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു എന്നുള്ളത്. അപ്പോൾ ഫാരഡേ ഇതിനെ ഒരു ലോ ആക്കിയിട്ടുണ്ട്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് അതിന് പറയുക. ഫാരഡേസ് ലോസ് ബേസിക്കലി രണ്ട് ലോസ് ഉണ്ട്. ഫാരഡേസ് ഫസ്റ്റ് ലോ ആൻഡ് ഫാരഡേസ് സെക്കൻഡ് ലോ. ഫാരഡേസ് സെക്കൻഡ് ലോയെ ലെൻസസ് ലോ എന്നും പറയാറുണ്ട്. അപ്പം എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ, whenever the magnetic flux linked with a coil changes, a current is induced in the coil. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. whenever എപ്പോഴാണോ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ, ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുന്നത്, അപ്പോൾ എന്ത് ചെയ്യും? എ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ഒരു കറണ്ട് ആ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഒരു കറണ്ട് അവിടെ ജനറേറ്റഡ് ആവും. ഓക്കെ, ഇതിപ്പോൾ തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. ഫാരഡേസ് ഫസ്റ്റ് ലോ ഈസ് whenever the magnetic flux linked with a coil changes, a current is induced in the coil. എപ്പോഴെങ്കിലും ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് വ്യത്യാസപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ ഒരു കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. ആ കറണ്ടിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത്. സോ ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇനി വാട്ട് ഈസ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓർ ലെൻസസ് ലോ? എന്താണ് ഫാരഡേസ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലെൻസസ് ലോ നോക്കാം. The magnitude of induced EMF is equal to rate of change of magnetic flux. The magnitude of induced EMF is equal to the rate of change of magnetic flux. That is, epsilon is equal to d phi by dt. And epsilon is actually equal to minus d phi by dt because the direction of epsilon and direction of current is opposite. Now, if you consider in the case of n turns, if the coil is wound of n turns, then epsilon is equal to minus n into d phi by dt. Okay. So one more point to be noted, the polarity of induced EMF is such that it tends to produce a current which opposes the change in magnetic flux that produced it. Okay. ശ്രദ്ധിക്കുക, the polarity of induced EMF, ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഇ എം എഫിൻ്റെ പൊളാരിറ്റി എന്തുപോലെയാണ്? is such that it tends to produce a current. It produces a current which opposes the change in magnetic flux. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തുമാത്രമാണോ ഉണ്ടായത് അതിനെ ഒപ്പോസ് ചെയ്യാൻ മാത്രം ഉള്ള ഒരു ഇ എം എഫ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി എന്ന് പറയുന്നത്. ഇനി ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് നമ്മളൊരു കോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അതുപോലെ ഒരു നോർത്ത് പോള് ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പിൽ നിന്ന് ദൂരത്തേക്ക് മാറ്റി നിർത്തുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കറണ്ട് ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ സൗത്ത് പോൾ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കറണ്ട് ക്ലോക്ക് വൈസ് ആയിരിക്കും. സൗത്ത് പോൾ ദൂരത്തേക്ക് മാറ്റുവാണെങ്കിൽ, അതായത് മൂവ്ഡ് എവേ ആക്കുവാണെങ്കിൽ അവിടുത്തെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ കറണ്ട് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി. എഡി കറൻസ്. എഡി കറൻസ് എന്താണ് എന്ന് പറയും മുമ്പ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഒരു മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ
ആ കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് വേരി ചെയ്യുന്നു, ഒരു കറണ്ട് ആ കണ്ടക്ടറിലോട്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ ഫിനോമിനനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് പകരം നമ്മളൊരു മെറ്റാലിക് ബ്ലോക്ക് ആയിരുന്നു അവിടെ എന്ന് വിചാരിക്കാം. ഒരു മെറ്റാലിക് ബ്ലോക്ക് ആയിരുന്നു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് പകരമെങ്കിൽ അതിന് ചുറ്റും ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ ഈ മെറ്റാലിക് ബ്ലോക്ക് ഓസിലേറ്റ് ചെയ്യുകയാണ്. അത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈ മെറ്റാലിക് ബ്ലോക്കിനകത്ത് രൂപപ്പെടും, അല്ലേ? അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ വെന്നെവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ മെറ്റാലിക് ബ്ലോക്ക് ചേഞ്ചസ്, ഒരു മെറ്റാലിക് ബ്ലോക്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിലൊരു സർക്കുലേറ്റിംഗ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതിനെയാണ് എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഡ്ഡി കറണ്ട് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക. സർക്കുലർ കറണ്ടിനെയാണ് നമ്മൾ എഡ്ഡി കറൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ചുഴി പോലെ അത് സ്പൈറൽ ഷേപ്പിലായിരിക്കും ആ കറണ്ട് രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എഡ്ഡി കറൻറ്റ്സിന് ഒരുപാട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കറണ്ടാണ് എഡ്ഡി കറണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യും, എങ്ങനെയൊക്കെ യൂസ് ചെയ്യും എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മെറ്റാലിക് ബ്ലോക്ക് ഓസിലേറ്റ് ചെയ്യാണ്. ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിലൊരു കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവും. ആ കറണ്ട് ഒരു ചുഴി പോലെ ഒരു സർക്കുലേറ്റിംഗ് സ്പൈറൽ ഷേപ്പിലുള്ള കറണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് എഡ്ഡി കറൻറ്റ്സ്. എഡ്ഡി കറൻറ്റ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോണിക് ഡിവൈസസിലും എഡ്ഡി കറണ്ട് അൺഡിസൈറബിൾ ആണ്. എഡ്ഡി കറണ്ടിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കാരണം എസ്പെഷ്യലി ട്രാൻസ്ഫോമർ, ചോക്ക് കോയിൽ, ഇലക്ട്രിക് മോട്ടർ അതുപോലത്തെ ഡിവൈസസിൽ എഡ്ഡി കറണ്ട് അൺഡിസൈറബിൾ ആയതിൻ്റെ കാരണം, അല്ലെങ്കിൽ എഡ്ഡി കറണ്ട് യൂസ് ചെയ്യാൻ കൊള്ളില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എഡ്ഡി കറണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ എനർജി ലോസ് ഉണ്ടാവുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതിന് അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിന് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ മെയിനായിട്ട് ഇപ്പോൾ ട്രാൻസ്ഫോമർ, ചോക്കോയിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മോട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താ? ലോസ് ഓഫ് എനർജിയാണ്, അല്ലേ? എനർജി ലോസ് ആണ്. അപ്പോൾ അത് ആവശ്യമില്ലാത്തത് കൊണ്ട് മോസ്റ്റ് ഓഫ് ദി സർക്യൂട്ട്സിലും, എസ്പെഷ്യലി നമ്മൾ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫോമർ, ചോക്ക് ഓയിൽ അതുപോലത്തെ സർക്യൂട്ട്സിലൊക്കെ ഈ എഡി കറൻറ്റ്സ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം എനർജി ലോസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അറിയേണ്ടത് എന്താ? എങ്ങനെ നമുക്ക് ഈ എഡി കറൻറ്റ്സിനെ കുറയ്ക്കാൻ പറ്റും? ഓക്കെ, ഹൗ ടു മിനിമൈസ് എഡി കറൻറ്റ്സ്. എഡി കറൻറ്റ്സിനെ എങ്ങനെയാണ് മിനിമൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റാലിക് ബ്ലോക്കിൽ സ്ലോട്ട്സ് ഉണ്ടാക്കുക. സ്ലോട്ട്സ് ഉണ്ടാക്കുമ്പോൾ എന്താ പറ്റുക? ഏരിയ റെഡ്യൂസ് ആവും. ഏരിയ റെഡ്യൂസ് ആവുമ്പം എഫക്റ്റ് ഓഫ് എഡി കറണ്ടും അതിനനുസരിച്ച് റെഡ്യൂസ്ഡ് ആവുന്നു. ഓക്കെ, അപ്പം സ്ലോട്ട്സ് ഉണ്ടാക്കുന്നത് ഒരു നല്ല മെത്തേഡാണ് എഡി കറൻറ്റ്സിനെ കുറയ്ക്കാൻ വേണ്ടി. അപ്പം പെൻഡുലം പ്ലേറ്റ് വിത്ത് ഹോൾസ് അല്ലെങ്കിൽ സ്ലോട്ട്സ് എന്തുവരും? ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിങ്ങിനെ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ഈ മെറ്റാലിക് പ്ലേറ്റിന് ഫ്രീ ആയിട്ട്, ഈസി ആയിട്ട്, സ്മൂത്തായിട്ട് മാഗ്നറ്റ്സിനിടയിൽ മൂവ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു നല്ല മെത്തേഡാണ് സ്ലോട്ട്സ് ഉണ്ടാക്കി കൊടുക്കുക മെറ്റാലിക് ബ്ലോക്കിന്. നോക്കിയോ, രണ്ട് ഫിഗറിന് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റത്തേതിൽ സ്ലോട്ട്സ് ഇല്ല, സെക്കൻഡേതിൽ സ്ലോട്ട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഇനി അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് അതായത് ലാമിനേറ്റ് ചെയ്യുക മെറ്റൽ ഷീറ്റുകളെ. മെറ്റൽ കോർ, അതായത് ലാമിനേറ്റഡ് മെറ്റൽ ഷീറ്റ് കൊണ്ട് മെറ്റൽ കോർ ഉണ്ടാക്കുക. അതായത് ഈ മെറ്റൽ ബോഡി ഉണ്ടല്ലോ, ആ ഫുൾ ബ്ലോക്കിനെ നമ്മൾ കട്ട് ഷോട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് അതിനകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ സ്ലോട്ട്സും ഉണ്ടാക്കി, അതുപോലെ ഓരോന്നിനെയും കുഞ്ഞ് ചെറിയ പീസസ് ആക്കിയിട്ട് അതിനെ ലാമിനേറ്റ് ചെയ്യുക. ലാക്കർ പോലത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ലാമിനേറ്റ് ചെയ്യുക. അതായത് നമ്മൾ വുഡിനൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മളതിനെ വാർണിഷ് ചെയ്ത് വെക്കും, അല്ലേ? അപ്പോൾ ശരിക്കും ഇടയ്ക്കൊരു ലെയർ ഉണ്ടാക്കുമ്പോൾ ഈ എഡി കറൻറ്റ്സിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഡി കറൻറ്റ്സ് ആർ മിനിമൈസ്ഡ് ബൈ യൂസിങ് ലാമിനേറ്റഡ് മെറ്റൽ ഷീറ്റ്സ് ടു മേക്ക് എ മെറ്റൽ കോർ.
അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു മെറ്റൽ കോറാണ് ഈ മൂവ് ചെയ്യുന്നതെങ്കിൽ കമ്പാരിറ്റീവ്ലി എഡി കറൻസ് കുറവായിരിക്കും. എഡി കറൻസ് ഉണ്ടാവും, പക്ഷേ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ലാമിനേഷൻസ് എങ്ങനെയാണ്? സെപ്പറേറ്റഡ് ബൈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ലൈക്ക് ലാക്കർ. അത് നമ്മുടെ വുഡിനൊക്കെ അടിക്കുന്ന ഈ വാർണിഷ് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഈ ലാക്കർ. ദ പ്ലെയിൻ ഓഫ് ദ ലാമിനേഷൻ മസ്റ്റ് ബി അറേഞ്ച്ഡ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണോ അതിന് പാരലൽ ആയിരിക്കണം നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പ്ലേറ്റ്സ്. അത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് എഡി കറൻസ്. എഡി കറൻസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്. ട്രെയിനിലൊക്കെ മാഗ്നറ്റിക് ബ്രേക്കിങ്ങിന് വേണ്ടി നമുക്ക് എഡി കറൻസ് യൂസ് ചെയ്യാം. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, സാധാരണ ബസ്സിലെയും കാറിലെയും ബൈക്കിലെയും ഒന്നും ബ്രേക്കിംഗ് സിസ്റ്റം പോലെയല്ല ട്രെയിനിൽ ഇത്തിരി കൂടെ സ്മൂത്ത് ബ്രേക്കിംഗ് സിസ്റ്റമാണ് അല്ലേ? അതുകൊണ്ട് അതിന് ഡയറക്റ്റ് ലിങ്കേജസ് ഇല്ലാത്തത് കൊണ്ടാണ് ട്രെയിനിൽ അത് പോസിബിൾ ആയിരിക്കുന്നത്. അതിൻ്റെ കാരണം മാഗ്നറ്റിക് ബ്രേക്കിംഗ് ആണ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ട്രെയിനിലുണ്ട്. അത് ഈ സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആക്ടിവേറ്റഡ് ആവുമ്പോൾ എഡി കറൻസ് ജനറേറ്റഡ് ആവും. ഇതാണ് മോഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് എഡി കറൻസ് ജനറേറ്റഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ മോഷനെ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കും. സെക്കൻഡ് പോയിന്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്. ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് എന്ന് വെച്ചാൽ പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ എഡി കറൻസ് സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗാൽവനോമീറ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ എങ്ങനെയാണ് ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചു, നമുക്കറിയാം. അപ്പോൾ ഈ ഗാൽവനോമീറ്ററിൻ്റെ നടുക്ക് ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടെന്ന് നമുക്കറിയാം. ആ അയൺ കോറിൽ ഒരുപാട് നമ്പർ ഓഫ് ടേൺസിൽ ഒരു കണ്ടക്ടർ വൂണ്ട് ചെയ്തിരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എഡി കറൻസ് ജനറേറ്റഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് മോഷൻ, ഗാൽവനോമീറ്റർ ഏത് രീതിയിലാണോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ അത് റെസ്റ്റിലോട്ട് വരുന്നു. ആ ഫിനോമിനയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ആ ട്രെയിനിലൊക്കെ സംഭവിക്കുന്ന സെയിം കാര്യം തന്നെയാണ്. എഡി കറൻസ് ജനറേറ്റഡ് ആകുമ്പം മോഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. എഡി കറൻസിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസിന് ഇത് യൂസ്ഫുള്ളാണ്. സോ ഇൻഡക്ഷൻ ഫർണസിലൊക്കെ നമുക്ക് എഡി കറൻസ് വളരെ യൂസ്ഫുള്ളാണ്. ഇൻഡക്ഷൻ ഫർണസിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ അലോയ്സ് ഉണ്ടാക്കാൻ വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റീരിയൽസൊക്കെ ഉരുക്കി അലോയ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഹൈ ഫ്രീക്വൻസി AC ഇതിൽ കൂടെ അത് കോയിലിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള മെറ്റൽസിനെയൊക്കെ നമുക്ക് മെൽറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ്? ഹൈ ഫ്രീക്വൻസി AC മൂവ് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനകത്തുനിന്ന് ഹീറ്റ് ഡെസിപ്പേറ്റഡ് ആവും. ഹീറ്റ് ഡെസിപ്പേറ്റഡ് ആകുമ്പം ചുറ്റുമുള്ള നമ്മളുടെ മെറ്റീരിയൽസോ മെറ്റൽസോ ഒക്കെ മെൽറ്റഡ് ആവുന്നു. അപ്പോൾ എഡി കറൻസ് മെറ്റൽസിൽ ജനറേറ്റഡ് ആവുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുന്നത് സഫീഷ്യൻ്റ് ആണ് മെറ്റൽസിനെ ഉരുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ ഫർണസിലൊക്കെ ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ആപ്ലിക്കേഷനാണ് ഇലക്ട്രിക് പവർ മീറ്റേഴ്സ്. ഇലക്ട്രിക് പവർ മീറ്റേഴ്സിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഒരു ഷൈനി മെറ്റൽ ഡിസ്ക് ഇൻ ഇലക്ട്രിക് പവർ മീറ്റർ, അതായത് അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കാണാം. അത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഈ എഡി കറൻസ് ആണ്. ഇലക്ട്രിക് കറൻസ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ ഡിസ്ക് ബൈ മാഗ്നറ്റിക് ഫീൽഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സൈനസോയിഡലി വേരിയിങ് കറൻസ് ഇൻ എ കോയിൽ. അതായത് ബേസിക്കായിട്ട് ഇലക്ട്രിക് പവർ മീറ്റർ വർക്ക് ചെയ്യാനുള്ള ബേസിക് പ്രിൻസിപ്പിളും എഡി കറണ്ടാണ്. സോ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താ? ഈ എഡി കറൻസിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലേ. പ്രസൻറ്റ് ഡേ ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ബ്രാഞ്ചാണ് അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് കറണ്ടാണ് എഡി കറണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കി വെക്കുക. അറ്റ്ലീസ്റ്റ് ഈ 4 ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിനെന്തെങ്കിലും മനസ്സിലാക്കുക. മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്, ഇൻഡക്ഷൻ ഫർണസ് ആൻഡ് പവർ മീറ്റേഴ്സ്. സോ ഇതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കറണ്ടാണ് എഡി കറണ്ട്. An inductor is a very interesting device in that when you simply connect a DC power supply across it, it acts as a magnet. It has many applications across all engineering disciplines. Let's take a logical look at the physics behind inductors. A current-carrying conductor produces a magnetic field around it, as shown.
Let's do an interesting experiment. Let's bend the wire. As you bend the wire, the magnetic field lines interact with each other and produce an interesting magnetic field pattern as shown. This magnetic field pattern is similar to that of a permanent magnet, which is why a current-carrying loop acts like a permanent magnet. Clearly, simply by increasing the number of loops, we can increase the magnetic flux. We can also increase this magnetic flux by increasing the current through the coils. A constant called inductance connects between the magnetic flux and the current's value. The value of inductance depends purely on the geometry of the coil. 6 വോൾട്ട് ബൾബ് ഒരു 6 വോൾട്ട് AC സോഴ്സുമായി ബന്ധിപ്പിക്കുക. വൈദ്യുതി കടത്തിവിടുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നതായി കാണാം. ഇനി നീളം കൂടിയ ഈ കമ്പിയെ സോളിനോയിഡ് രൂപത്തിലാക്കുക. അതിനുശേഷം ബൾബിന്റെ പ്രകാശ തീവ്രതയിൽ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് ശ്രദ്ധിക്കുക. ബൾബിന്റെ പ്രകാശ തീവ്രത കുറയുന്നതായി നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സോളിനോയിഡിൽ കൂടി AC കടന്നു പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനമുണ്ടാകുന്നു. ഈ ഫ്ലക്സ് വ്യതിയാനം മൂലം സോളിനോയിഡിൽ ഒരു പ്രേരിത EMF ഉണ്ടാകുന്നു. ഇത് സർക്യൂട്ടിൽ പ്രയോഗിച്ച EMFന് വിപരീത ദിശയിലായിരിക്കും. വിപരീത ദിശയിലുള്ള ഈ EMF കൊണ്ട് സർക്യൂട്ടിലെ വോൾട്ടേജ് കുറയുന്നു. അതുകൊണ്ട് ബൾബിന്റെ പ്രകാശ തീവ്രതയും കുറയുന്നു. ഈ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇൻഡക്റ്റൻസ് ഒരു ഫ്ലക്സ് ചേഞ്ചിനോട് അസോസിയേറ്റ് ചെയ്ത് ഒരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ്ഡ് ആവുന്നു. ഫ്ലക്സ് ചേഞ്ച് സെയിം കോയിലിൽ സംഭവിക്കുന്നുവെങ്കിൽ അത് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നും, മറ്റൊരു കോയിലിൻ്റെ ഫ്ലക്സ് ചേഞ്ച് കാരണം ഒരു ഇലക്ട്രിക് കറണ്ട് വേറൊരു കോയിലാണ് പ്രൊഡ്യൂസ്ഡ് ആവുന്നതെങ്കിൽ അതിനെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, കാരണം രണ്ട് കോയിൽ അതിൽ ഇൻവോൾവ് ആവുന്നു എന്നും പറയുന്നു. ഇനി ഈ രണ്ട് കേസിലും ഫ്ലക്സ് ചേഞ്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് കൂടുന്തോറും ഫ്ലക്സും കൂടും. സോ ഫൈ ഈസ് ഈക്വൽ ടു L into I, where L is the inductance. L ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ ഡയമെൻഷൻ ml² T⁻², A⁻² ആണ്. SI യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ഈസ് ഹെൻറി ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ H. ഇനി എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് നോക്കാം. ഒരു 6 വോൾട്ട് ബൾബിനെ ഒരു 6 വോൾട്ട് ACയുമായി കണക്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ ബൾബ് ഗ്ലോ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി അതേ വയറിനെ ഒരു സോളിനോയിഡായിട്ട് വൂണ്ട് ചെയ്യുന്നു. സെയിം വയറിനെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നു. എന്തുകൊണ്ടാണ് ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നത്? അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബാക്ക് EMF ജനറേറ്റഡ് ആവുന്നു. ഓക്കെ, അപ്പോൾ വയറിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബാക്ക് EMF ജനറേറ്റഡ് ആവുന്നത് കൊണ്ടാണ് അവിടെ ബൾബ് കത്തുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നത്. ബാക്ക് EMFൻ്റെ ഡയറക്ഷൻ നമ്മൾ ബ്ലൂ ലൈനിൽ കാണുന്നുണ്ട്. അത് എങ്ങനെയാണോ കറണ്ട് ഫ്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വോൾട്ടേജ് ക്രിയേറ്റഡ് ആവുന്നു. അതിനെയാണ് നമ്മൾ ബാക്ക് EMF എന്ന് പറയുന്നത്. ബാക്ക് EMF കൂടുമ്പോൾ വോൾട്ടേജ് സർക്യൂട്ടിൻ്റെ കുറയും, അതുകൊണ്ട് തന്നെ ബൾബിൻ്റെ വോൾട്ടേജ് കുറയും. അങ്ങനെ സെയിം കോയിലിലെ കറണ്ട് വേരിയേഷൻ കാരണം സെയിം കോയിലുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMFനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I, ദാറ്റ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു LI. ഇനി n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് കോയിലെങ്കിലോ n ഫൈ ഈസ് ഈക്വൽ ടു L ഇൻറ്റു I. കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി Lനെയാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഈ കേസിൽ L ഈസ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ. അതിനെ കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നും പറയാറുണ്ട്. ഇനി കറണ്ട് വേരി ചെയ്യുമ്പോൾ അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സിനെ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന EMFനെ അക്കോർഡിംഗ് ടു ഫാരഡേസ് സെക്കൻഡ് ലോ എപ്സിലോൺ ഈസ് ഈക്വൽ ടു -d∅dt and n phi is equal to Li according to equation number 1. അപ്പോൾ substituting equation number 1 on Lenz's law we are getting epsilon is equal to -dLi divided by dt.
എൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുക്കുന്നു. വി ആർ ഗെറ്റിംഗ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻഡക്റ്റൻസ് ഇൻ ടു ചേഞ്ച് ഓഫ് കറണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് അല്ലേ. അപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്? സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓൾവേസ് ഒപ്പോസസ് എനി ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദ കോയിൽ. കറണ്ട് ഒരു കോയിലുണ്ടാവുന്ന കറണ്ടിൻ്റെ ചേഞ്ചിനെ എപ്പോഴും സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒപ്പോസ് ചെയ്യും. അത് കറണ്ടിൻ്റെ കൂടുതലായാലും കുറവായാലും ഒക്കെ അതിനെ ഒപ്പോസ് ചെയ്യുന്നതിനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ ലോങ് സോളിനോയിഡ്? വി നോ ദാറ്റ് phi is equal to B into A. In magnetism, magnetic flux phi is equal to B into A. If there are n turns, n phi is equal to capital N into BA. We know that B is equal to mu 0 Ni and capital N is equal to small n number of turns into length N into L. So N phi is equal to NL into mu 0 Ni into A. Substituting all quantities in the equation N phi is equal to NBA. So we are getting N phi is equal to mu 0 N square ALI. And we know that N phi is equal to Li. That is the basic equation of inductance. So ഇതെല്ലാം ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു L is equal to mu 0 N square A into L. ഇനി സോളിനോയിഡിനകത്ത് നമ്മൾ ഒരു റിലേറ്റീവ് പെർമിറ്റിവിറ്റി മ്യൂവർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ സോഫ്റ്റ് അയണിൻ്റെയൊക്കെ ഹൈ റിലേറ്റീവ് പെർമിയബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും മെറ്റീരിയൽ സോളിനോയിഡിനുള്ളിലും കൂടെ ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയാവുന്നു: L ഈസ് ഈക്വൽ ടു mu r ഇൻറ്റു mu 0 ഇൻറ്റു N സ്ക്വയർ ഇൻറ്റു A ഇൻറ്റു L. A ഇൻറ്റു L എന്താണ്? ദ വോളിയം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? സെൽഫ് ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജോമെട്രി ഓഫ് കോയിൽ ആൻഡ് ഓൺ ദ പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം. ദാറ്റ് ഈസ് mu r ഈസ് ഓൾസോ ഇൻവോൾവ്. അപ്പോൾ നമ്മൾ ബാക്ക് ഇ എം എഫ് എന്താണെന്ന് പറഞ്ഞു. ഈ ബാക്ക് ഇ എം എഫ് മെക്കാനിക്സിലെ മാസിൻ്റെ ഇലക്ട്രിക്കൽ അനലോഗാണ്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് അനലോഗ് ഓഫ് മാസ് ഇൻ മെക്കാനിക്സ് ആണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ, അതായത് മെക്കാനിക്സിൽ എവിടെയൊക്കെയാണോ മാസ് ഉപയോഗിക്കുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക്സിൽ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ബിക്കോസ് സെൽഫ് ഇൻഡക്റ്റൻസ് പ്ലേസ് ദ റോൾ ഓഫ് ഇനേർഷ്യ. സോ കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ബാക്ക് ഇ എം എഫിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. സോ വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ആണ് വർക്ക് ഡണ്ണിനെ സേവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ എ ഇൻഡക്ടർ നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന ബേസിക് ഇക്വേഷൻ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞൊരു ഇക്വേഷനാണ് W ഈസ് ഈക്വൽ ടു QV അല്ലേ. അതിനകത്ത് Q എന്താണ്? കറണ്ട് ഇൻറ്റു ടൈം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W ഈസ് ഈക്വൽ ടു IT ഇൻറ്റു വിക്ക് പകരം ദ ബാക്ക് ഇ എം എഫ് എപ്സിലോൺ. ഓക്കെ, സോ dW ഈസ് ഈക്വൽ ടു വാട്ട്? എപ്സിലോൺ ഇൻറ്റു IDT. സോ dW ബൈ DT ഈസ് വാട്ട്? എപ്സിലോൺ ഇൻറ്റു I. സോ അങ്ങനെയാണ് dW/dt എപ്സിലോൺ ഇൻറ്റു I എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി എപ്സിലോൺ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു, സെൽഫ് ഇൻഡക്റ്റൻസ് പഠിച്ചപ്പം എപ്സിലോൺ ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു dW/dt ഈസ് ഈക്വൽ ടു Li ഇൻറ്റു di/dt. സോ നമ്മൾ W ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം dWനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ദ ഹോൾ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dW. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്രം 0 ടു I L ഇൻറ്റു I di/dt. സോ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു I ആണ്. അതുകൊണ്ട് ബാക്കി കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തു, എല്ലിനെ നമ്മൾ പുറത്തെടുത്തു, നമുക്ക് കിട്ടുന്നു ഇൻ്റഗ്രൽ IdI. ഇൻ്റഗ്രൽ IdI എന്താണ്? I²/2. സോ വി ആർ ഗെറ്റിംഗ് W ഈസ് ഈക്വൽ ടു 1/2 L ഇൻറ്റു I². So this expression is analogous to half mv². കൈനറ്റിക് എനർജിയുടെ ബേസിക് ഇക്വേഷൻ മെക്കാനിക്സിൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv², പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. സോ ഇവിടെ വർക്കിൻ്റെ ഇക്വേഷൻ കിട്ടിയേക്കുന്നത് ഹാഫ് LI² എന്നാണ്. സോ ഇറ്റ് ഈസ് അനലോഗസ് ടു ഹാഫ് mv². സോ എമ്മിന് ഇലക്ട്രിക്കൽ അനലോഗാണ് L എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ദാറ്റ് ഈസ് L എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇനേർഷ്യയാണ് വിച്ച് ഒപ്പോസസ് ദ ഗ്രോത്ത് ആൻഡ് ഡീക്കേ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്.
ബേസിക്കലി ഈ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ കാരണം ഒരു ബാക്ക് EMF ഉണ്ടാവുന്നുണ്ട്. ആ ബാക്ക് EMF എന്താണ്, അതുപോലെ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ എന്താണ്, ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് അനലോഗ് ഓഫ് മാസ് എന്താണ്. നെക്സ്റ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്? ആ വേർഡിൽ നിന്ന് തന്നെ അറിയാം. മ്യൂച്വൽ എന്ന് പറയുമ്പം 2 കോയിൽസ് ഇവിടെ ഇൻവോൾവ് ആണ്. അപ്പോൾ ഒരു കോയിലിലെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം വേറൊരു കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ നമുക്കറിയാം, phi ചേഞ്ച് ഇൻ ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. സോ phi ഈസ് ഈക്വൽ ടു M into I, where M is the coefficient of mutual induction. സോ അതിൽ നിന്ന് നമുക്ക് ഫൈനലി അക്കോർഡിംഗ് ടു ലെൻസസ് ലോ നമുക്കറിയാം എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt ആണ്. സോ എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് M into di/dt. At one end of a soft iron core and connect its ends to a torch cell through a switch. Make another coil at the other end of the same soft iron core and connect the ends of the coil to a galvanometer. Of these, the circuit which is connected to the battery is called primary circuit, and that connected to the galvanometer is called secondary circuit. Here there is no interconnection between primary and secondary connections. When we switch on, the galvanometer deflects to one side and returns back to its main position. When we switch off, the galvanometer deflects to opposite direction and comes back to original position. Now repeat the experiment, connecting a 6-volt AC supply instead of the DC in the primary coil and 6-volt bulb instead of the galvanometer in the secondary. The bulb starts glowing continuously. How does it happen? When AC passes through a solenoid, a fluctuating magnetic field is produced around it. When the strength of the current in one of the 2 adjacent coils changes, a change takes place in the magnetic field around. As a result of this, an EMF is produced in the second coil. This phenomenon is mutual induction. The EMF produced due to mutual induction and the number of turns in the coil are interrelated. If we increase the number of coils in the secondary, the intensity of the bulb also will increase. If we cut down the number of turns into half, the intensity of the glow also decreases. From this, we can conclude that there is a relation between the EMF produced by mutual induction and number of turns. Mutual inductance of 2 coaxial solenoids. 2 സെയിം ആക്സിസ് ഉള്ള 2 സോളിനോയിഡ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. 2 സോളിനോയിഡിനും സെയിം ലെങ്ത് ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഇന്നർ സോളിനോയിഡിനെ S1 എന്നും ഔട്ടർ സോളിനോയിഡിനെ S2 എന്നും കൺസിഡർ ചെയ്യുക. ഇന്നർ സോളിനോയിഡിൻ്റെ എല്ലാ ഡയമെൻഷൻസിനെയും 1 വെച്ച് നമ്മൾ കൊടുക്കുന്നു. അതായത് ഡിഫറെൻ്റ് ആണ് എന്നറിയാൻ വേണ്ടി റേഡിയസ് വിൽ ബി R1 ഫോർ ഇന്നർ സോളിനോയിഡ്, നമ്പർ ഓഫ് ടേൺസ് ഈസ് N1. അതുപോലെ കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ് ഈസ് I1. അതുപോലെ ഔട്ടർ സോളിനോയിഡിൻ്റെ റേഡിയസ് R2, നമ്പർ ഓഫ് ടേൺസ് N2, കറണ്ട് പാസിംഗ് ഈസ് I2. അങ്ങനെയാണെങ്കിൽ ദ ബേസിക് ഇക്വേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് phi ഈസ് ഈക്വൽ ടു B ഇൻറ്റു A. വി നോ ദാറ്റ് N1 ഇൻറ്റു phi1 ഈസ് ഈക്വൽ ടു N1 ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സെക്കൻഡ് വൺ. സോ ഇറ്റ് വിൽ ബി B മാത്രം 2 വരുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു കോയിൽ കാരണമാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് അല്ലേ. സോ B2 ഇൻറ്റു ഏരിയ ഓഫ് 1 A1. B2 ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു N2 ഇൻറ്റു I2. സെക്കൻഡ് സോളിനോയിഡിലെ കറണ്ടും നമ്പർ ഓഫ് ടേൺസും μ0യുടെയും പ്രോഡക്റ്റ് ആയിരിക്കും B2. N1 ഈസ് ഈക്വൽ ടു N1 ഇൻറ്റു L ആൻഡ് A1 ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു R1 സ്ക്വയർ.
So N1 phi1 is equal to N1 into L into mu 0 N2 I2 into pi R1 square. And thus N1 phi1 is equal to M12 into I2, where M12 is equal to mu 0 N1 N2 pi R1 square into L, and M21 is equal to mu 0 into N1 into N2 into pi R1 square into L. Thus M12 is equal to M21 എന്ന് കിട്ടുന്നു. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? The flux due to the current I1 in S1 can be assumed to be confined solely inside S1. Since the solenoid are very long, so we can take A is equal to pi R1 square itself. രണ്ടിൻ്റെയും ഏരിയ ഒന്ന് തന്നെയായിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. കാരണം റേഡിയസ് വെരി ലോങ് സോളിനോയിഡ് ആകുമ്പം റേഡിയസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും R1ൻ്റെയും R2വിൻ്റെയും എന്നുള്ളൊരു കൺസിഡറേഷൻ എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നത്. സോ ഇനി അകത്തുള്ളൊരു മീഡിയം നമ്മൾ അതിൻ്റെ പെർമിറ്റിവിറ്റി മ്യൂ ആർ, അതായത് ഈ സോളിനോയിഡുകൾ രണ്ടിൻ്റെയും കൂടെ അകത്ത് നമ്മൾ വേറൊരു മെറ്റീരിയൽ വെക്കുകയാണ്. അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ ആണെങ്കിൽ എം എന്താ കിട്ടുക? ഈ ഫുൾ ഇക്വേഷൻ്റെ കൂടെ മ്യൂ ആറും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ആർ ഗെറ്റിംഗ് മ്യൂ ആർ ഇൻറ്റു മ്യൂ 0 ഇൻറ്റു N1 ഇൻറ്റു N2 ഇൻറ്റു പൈ R1 സ്ക്വയർ ഇൻറ്റു L. അതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എമ്മിൻ്റെ ഇക്വേഷൻ. In this module, you will learn about an AC generator. An AC generator is an electric generator that converts mechanical energy to electrical energy in the form of an alternating EMF or alternating current. Working principle of an AC generator. An AC generator works on the principle of electromagnetic induction. In electromagnetic induction, when there is a relative motion between a coil and a magnetic field, an electric current or EMF is induced in the coil. Parts of an AC generator. An AC generator has an armature ABCD. It is a rectangular coil with many turns wound around a soft iron core. A shaft. It can be rotated rapidly. A field magnet. It may be a strong permanent magnet with concave poles. Two slip rings S1 and S2. These are connected to the armature and thus rotate with it. Two brushes B1 and B2. They provide electrical contact with the slip rings and a load, which may be a galvanometer as shown. Working of an AC generator. When the armature rotates between the poles of the field magnet, the magnetic flux linked with the armature changes continuously. As a result, an EMF is induced in the armature. This in turn produces an electric current through the armature and the galvanometer and through the slip rings and the brushes. Note that the galvanometer needle swings between the negative and positive values. This means that an alternating current is flowing through the galvanometer. Direction of induced current. Initially, the armature ABCD is vertical with its arm AB up and CD down. The direction of magnetic field is from left to right. As the armature undergoes a half rotation clockwise, arm AB moves down while arm CD moves up. According to Fleming's right-hand rule, the current will flow in the direction DCBA. So, the current will flow from B1 to B2 through the galvanometer. Now, during the next half rotation,
arm AB moves up, while arm CD moves down. Again, by Fleming's right-hand rule, current will flow in the direction ABCD, that is, from B2 to B1 through the galvanometer. Thus, the induced current changes its direction every half rotation. Graphical representation of induced EMF. Suppose the armature takes t seconds to complete one rotation clockwise. At time t is equal to 0 second, the armature ABCD is vertical with arm AB up and arm CD down. At this position, when the armature rotates, the rate of change of magnetic flux is momentarily zero. Hence, the induced EMF at this position is zero. During the first quarter rotation, the induced EMF increases. Then, at time t upon 4 seconds, the armature becomes horizontal. At this position, the rate of change of magnetic flux momentarily attains the maximum value. Therefore, the induced EMF at this position is maximum. During the second quarter rotation, the induced EMF decreases. Then, at time t upon 2, the armature again becomes vertical and therefore the induced EMF is zero. During the third quarter rotation, the induced EMF increases but has an opposite polarity as compared to that of the first half rotation. At time 3t upon 4 seconds, the induced EMF attains its maximum negative value. During the fourth quarter rotation, the induced EMF decreases and becomes zero momentarily at time t seconds, as the armature is vertical once again. So the magnitude of the induced EMF is sinusoidal. In this module you have learned an AC generator is an electric generator that converts mechanical energy into electrical energy in the form of alternating EMF or alternating current. An AC generator is based on the principle of electromagnetic induction. An AC generator consists of an armature, a shaft, a field magnet, slip rings and brushes. The graph between the time and EMF generated by an AC generator is sinusoidal. In addition to that, AC generator converts mechanical energy into electrical energy, consists of coil which is mechanically rotated in uniform magnetic field by some external means. The rotation of coil causes magnetic flux through it to change, so an EMF is induced in the coil. Okay, so basic ആയിട്ട് 3 കാര്യങ്ങൾ ഓർക്കുക. ഒന്ന് മെക്കാനിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി, പിന്നെ എക്സ്റ്റേണൽ സോഴ്സ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. 3 ഇൻഡ്യൂസ്ഡ് EMF ഈസ് ജനറേറ്റഡ് ഇൻ ദ കോയിൽ. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നു എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 സൈൻ ഒമേഗ ടി. ഗ്രാഫൊക്കെ നമ്മൾ കണ്ടു. ഇതിൽ നിന്ന് ഫൈനലി മനസ്സിലാക്കുന്നത് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ചസ് പീരിയോഡിക്കലി ആൻഡ് ദെയർഫോർ current is called alternating current. Current alternating current ആവാൻ കാരണം എന്താ? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈക്വൽ ഇൻ്റർവെൽസിൽ ചേഞ്ച് ചെയ്യുന്നു.